മരണത്തെ ഭയപ്പെട്ടിരുന്ന ഒരാളുടെ കഥയാണ്. മരണം ഒഴിവാക്കിത്തരാൻ അയാൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന നിരസിച്ചു. അപ്പോൾ അയാൾ ദൈവത്തിനോട് ചോദിച്ചു, ഞാൻ മരിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു സൂചനയെങ്കിലും തരാമോ? അങ്ങനെയെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്ത് സ്വസ്ഥമായി മരിക്കാമല്ലോ. ദൈവം പറഞ്ഞു, നിനക്കൊന്നല്ല ഒന്നിലധികം സൂചനകൾ നൽകാം. അയാൾക്ക് സന്തോഷമായി. വർഷങ്ങൾക്ക് ശേഷം അയാളെ കാണാൻ ദൈവം വീണ്ടും എത്തി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് മരിക്കാനുള്ള സമയമായി. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഇത് ചതിയാണ്. മരിക്കുന്നതിന് മുൻപ് എനിക്ക് ചില സൂചനകൾ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് നിരവധി സൂചനകൾ തന്നിരുന്നുവല്ലോ. നിന്റെ മുടി ഞാൻ നരപ്പിച്ചു, അപ്പോൾ നീ അത് കറുപ്പിച്ചു. നിന്റെ കാഴ്ച ഞാൻ മങ്ങിപ്പിച്ചു, അപ്പോൾ നീ കണ്ണട വെച്ചു. പല്ലുകൾ കൊഴിഞ്ഞു, അപ്പോൾ നീ വെപ്പുപല്ല് വെച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നൽകി, മരുന്ന് ഉപയോഗിച്ച് അതെല്ലാം നീ മാറ്റി. ഇനി നിനക്ക് സൂചനകളൊന്നുമില്ല. നീ എൻ്റെ കൂടെ പോരുക. യാഥാർത്ഥ്യങ്ങളെ നാം അംഗീകരിച്ചേ മതിയാകൂ. ചില നിത്യസത്യങ്ങളുണ്ട്. അവയെ മാറ്റുവാനുള്ള ശേഷി ആരും കൈവരിച്ചിട്ടില്ല. ചമയങ്ങൾ ആരെയും പിന്നോട്ട് നടത്തില്ല. ഓരോ കാലത്തും അതാത് മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് കാലാനുസൃതമായ വ്യതിയാനങ്ങൾ ജീവിതത്തിൽ വരുത്തുക മാത്രമാണ് ഒരേ ഒരു പോംവഴി. എന്നെങ്കിലും സംഭവിക്കുമെന്ന് തീർച്ചയുള്ള ഒരു കാര്യത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാകും നല്ലത്. എത്ര കാലം ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ജീവിക്കുന്ന കാലം എത്ര ക്രിയാത്മകമായി ജീവിക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷമാണ് നാം യഥാർത്ഥത്തിൽ ജീവിച്ചു തുടങ്ങുന്നത്.